എല്ലാ മാന്യശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബിറ്റ്സ് അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇന്ന് നമുക്ക് ഒരു പുതിയ ഗസ്റ്റ് വന്നിട്ടുണ്ട്. അനന്ത നാരായണൻ എന്നാണ് പേര്. അപ്പം അനന്ത നാരായണൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പ്രിയ ശ്രോതാക്കളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അനന്ത നാരായണൻ നല്ല ഐശ്വര്യമുള്ളൊരു പേരല്ലേ, ഒരു വലിയൊരു നീണ്ടൊരു പേര്. അപ്പോൾ എന്തായാലും വലിയൊരു നീണ്ട പേരിൻ്റെ ഉടമസ്ഥൻ കൂടിയാണ് അനന്ത നാരായണൻ. അപ്പോൾ ഏതായാലും നമുക്ക് അനന്ത നാരായണനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് അനന്തു. ഹലോ. ഞാൻ അനന്തു നിങ്ങൾ പെട്ടെന്ന് വിളിക്കാം കേട്ടോ. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഭയങ്കര ഹാപ്പി ആണല്ലോ അല്ലേ? എന്താണ് ഹാപ്പി ആവാൻ കാര്യം? ഇവിടെ വരാൻ പറ്റിയ ആദ്യമായിട്ട്. ഓ, അതിന്റെ ഹാപ്പിയാണ്. ഓ, ഓക്കെ 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 ഓക്കെ. പിന്നെ എന്തൊക്കെയാ പിന്നെ അനന്തന്റെ വിശേഷങ്ങളാണ് നമ്മൾ പ്രിയ ശ്രോതാക്കൾക്കൊക്കെ അറിയാനുള്ളത് കേട്ടോ. അനന്തൊരു വിശേഷങ്ങളൊക്കെ ഇങ്ങോട്ട് പോരണം, ഓരോന്ന് പടിപടിയായിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു അല്ലേ? ഇപ്പം ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി 9 പോവാണ്. എങ്ങനെയുണ്ടായിരുന്നു 8ാം ക്ലാസ്സൊക്കെ? കുഴപ്പമില്ലായിരുന്നു. 9ാം ക്ലാസ്സിലേക്ക് പോകാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് ഇനിയിപ്പോൾ. അല്ലേ, ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുക, ബഹളം, എല്ലാ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിയോ? എല്ലാം വാങ്ങിച്ച് ഇനി സ്കൂളിലോട്ട് പോകാനുള്ള കാലം കൊണ്ടിട്ട് ക്ലാസ്സിലോട്ട് വെച്ചാൽ മതി അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു 8ാം ക്ലാസ്സിൽ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിൽ? കുഴപ്പമില്ലായിരുന്നു, നല്ല കൂട്ടുകാരെ കിട്ടി, ടീച്ചർമാർ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ടീച്ചർമാർ പഠിപ്പിക്കാനുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അങ്ങനെ അടിപൊളിയായിട്ട് അങ്ങ് പോയി അല്ലേ? എങ്ങനെയായിരുന്നു ടീച്ചർമാരൊക്കെ? നല്ല എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാ? നല്ല ജോളി ആയിരുന്നു അതോ? ആയിരുന്നു അല്ലേ? അടിയൊക്കെ തരുമായിരുന്നോ പഠിക്കാത്തതിനൊക്കെ? അടിക്കത്തൊന്നുമില്ല. പഠിച്ചില്ലെങ്കിൽ അടിയോ? അങ്ങനെ അടിയൊന്നും കിട്ടിയിട്ടില്ല. അടി കിട്ടാത്ത വിദ്യാർത്ഥിയാണല്ലേ? ചിലപ്പോഴൊക്കെ അടി കിട്ടാറുണ്ട് അല്ല. പഠിക്കാത്തതിനാണോ അതോ കുരുത്തക്കേട് അങ്ങനെ വല്ലതും ഉണ്ടോ? സംസാരോ എന്ന് വെച്ചാ? സംസാരിക്കും ക്ലാസ്സിൽ. ക്ലാസ്സിൽ നമ്മളിടയ്ക്കൊക്കെ സംസാരിക്കണമല്ലോ അല്ലേ? നമ്മള് സംസാരിക്കാതെ സ്കൂളിലൊന്നും അല്ലല്ലോ നമ്മൾ പോണത്. അപ്പൊ സംസാരിക്കൊക്കെ വേണ്ടേ? അതിനടിക്കൂ? പഠിപ്പിക്കുമ്പോ സംസാരിക്കാം, അത് പിന്നെ അടി വരും. അത് പിന്നെ അടിക്കത്തില്ലേ? ഞാൻ ചുമ്മാ സംസാരിക്കുമ്പോ അടിക്കും. ദൈവം, അതെന്തൊരു സ്കൂള്. അപ്പൊ പഠിപ്പിക്കുമ്പോ സംസാരിക്കുമ്പോ അടിക്കും അല്ലേ? അത് കാര്യം സാർ അത്രയും നല്ല ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഇടയ്ക്കിരുന്ന് സംസാരിക്കാതെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പം സ്വാഭാവികമായിട്ട് അടി എവിടെ നിന്നൊക്കെയാ വരുന്ന അറിയാൻ പറ്റത്തില്ല. ചില മുതുകിലൊക്കെ ആയിരിക്കും കൊള്ളുന്നത് അല്ലേ? ബാക്കിൽ നിന്നോ ഫ്രണ്ടിൽ നിന്ന് എവിടെ നിന്നും അറിയാൻ പറ്റില്ല അടി വരുന്ന വരക്കം. അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? അതല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ? ഓക്കെ. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയും. വീട്ടില് അച്ഛനും അമ്മയും അമ്മമ്മയും അനിയത്തി ഒക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ അവരൊക്കെ സുഖമായിരിക്കുന്നു? എല്ലാരും നല്ല ഹാപ്പിയാണോ? അനന്തിനെ കൊണ്ട് വല്ല വിഷമമുണ്ടോ അവർക്ക്? കുരുത്തക്കേടോ അങ്ങനെയൊക്കെ? ഇല്ല, കുരുത്തക്കേടൊന്നും കാണിക്കാറില്ല. ചെറുതായിട്ട് എന്ത് കുരുത്തക്കേടാ കാണിക്കുന്നത്? അങ്ങനൊന്നുമില്ല. അപ്പം തോന്നുന്ന കുരുത്തക്കേട് കാണിക്കല്ലേ? പിന്നെ നമ്മൾ ഇപ്പം വെക്കേഷനൊക്കെ ആയിരുന്നു അല്ലേ? വെക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 2 മാസം വെക്കേഷനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന ആ ഒരു ഫീലിംഗ് നിൽക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു വെക്കേഷനൊക്കെ? അടിച്ചു വിളിച്ചോ? എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പുതിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ വെക്കേഷന് കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്? ഇവിടെ വന്നത് ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? ആ വെക്കേഷന്റെ ഏറ്റവും അവസാനം നമുക്ക് സ്കൂളിലൊക്കെ കൂട്ടുകാരത്തൊക്കെ ഷെയർ ചെയ്യാൻ ഒരു കാര്യമുണ്ടല്ലേ? ഞാൻ FM-ലൊക്കെ പോയി നമുക്ക് ഒരു ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടി. പക്ഷെ കുറച്ച് അവസാനമായി പോയെങ്കിൽ നല്ലൊരു സന്തോഷ വാർത്ത കിട്ടിയല്ലേ? ഓക്കെ. ഇപ്പൊ സ്കൂളിൽ ഇപ്പോൾ മടി വല്ലതും ഉണ്ടോ? ഇല്ല. ഇപ്പൊ കുറെ നാൾ ഞാൻ പറഞ്ഞു 2 മാസം വെക്കേഷനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഒരു മൂഡിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കിന് സ്കൂളിൽ പോകുമ്പം സന്തോഷമാണോ? ഇനിയിപ്പം സ്കൂളിൽ പോകണമല്ലോ, സ്കൂളൊക്കെ തുറന്നു, ഇനി രാവിലെ എഴുന്നേക്കണം, പഠിക്കണം, ട്യൂഷൻ, അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? ഇല്ല, ഒരു മടിയില്ല. എപ്പോഴും ഈ കാണുന്ന പോലെ തന്നെയാണ്. എനിക്ക് സ്കൂൾ തുറക്കണം, പോകണം, ട്യൂഷന് പോകണം, അങ്ങനെയൊക്കെ ഒരു മൈൻഡിൽ പോവാണ്. പിന്നെ അതുപോലെ തന്നെ വെക്കേഷൻ ടൈമിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഓർമ്മയിൽ നിൽക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. ഈ വെക്കേഷനൊക്കെ ഫുൾ ടൈം വീട്ടിലും ട്യൂഷനും പിന്നെ ഫുട്ബോളിനൊക്കെ കളിക്കാൻ പോകുന്നു. വെരി ഗുഡ്. പാട്ടിനൊക്കെ പോകുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും നമുക്കൊരു പാട്ടിന് കുറച്ചൊരു നമുക്ക് കേൾക്കണം. പാട്ടുകാരെ നമ്മൾ വെറുതെ വിടാറില്ല. ഇവർക്കാരെ നമ്മൾ വെറുതെ വിടാറില്ല. അവരെ കൊണ്ട് നമ്മൾ അവരുടെ ആ ഒരു കല നമ്മൾ പ്രിയ ശ്രോതാക്കളുടെ നമ്മൾ എത്തിക്കും. അവരും കേൾക്കട്ടെ നമ്മൾ എന്താണെന്ന് എന്തൊക്കെയാണെന്ന് അല്ലേ? അറിയണം. ഓക്കെ. അപ്പോൾ രാവിലെ എന്തൊക്കെയായിരുന്നു പരിപാടികൾ? ഇന്നിപ്പോൾ ഇന്റർവ്യൂവിന് വരാൻ പോവാണ്. സ്വാഭാവികമായിട്ട് രാവിലെ എന്തൊക്കെയാ പരിപാടികൾ? രാവിലെ എഴുന്നേറ്റാല് കുളിച്ചിട്ടൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ അല്ല, സ്വാഭാവികമായിട്ടും അല്ലാതെ രാവിലെ എത്ര മണിക്കൊക്കെ എഴുന്നേക്കും? രാവിലെ 7 മണി 7:30 മണിയൊക്കെ എഴുന്നേക്കും അല്ലേ? എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്ന് ചായ കുടിച്ച് കുറച്ച് കഴിയുമ്പോൾ കളിക്കും. അവിടുത്തെ ചായ കുടിക്കും? എവിടെ ചായ കുടിക്കും? പുറത്തിരുന്ന് ചായ കുടിക്കും. അകത്ത് സ്ഥലം തരത്തില്ല ചായ കുടിക്കാൻ? എണീച്ച് പുറത്തോട്ട് രാവിലെ പോകുന്നത്. പുറത്തോട്ടാണോ പോകുന്നത് എല്ലാവരും എഴുന്നേറ്റ്? ചുമ്മാ
ചുമ്മാ രസം അല്ലേ? ഓ ഇത്ര നേരം അവൾ അകത്ത് കിടന്ന് ഇരുട്ട് കണ്ട് കിടന്നേല്ലേ, ഇനി പുറത്തെ കാഴ്ചകളൊക്കെ മരങ്ങളൊക്കെ കാണണ്ടേ, അത് കാണാൻ വേണ്ടി പുറത്തോട്ട് പോകും. പിന്നെ പതുക്കെ ചായ കുടിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ടൈമൊക്കെ ഫ്രീ ആയിരിക്കുമല്ലോ. അപ്പൊ എന്ത് ചെയ്യാ? കുറച്ചേരം ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യും ഒറ്റയ്ക്കിരുന്നോ? അനിയത്തിയായിട്ട്. ഓക്കെ ഓക്കെ. ആ എന്നിട്ട് ടി വി കാണും, പിന്നെ വൈകുന്നേരം ട്യൂഷൻ കാണും, അല്ലെങ്കിൽ പാട്ട് കാണും. ഓക്കെ. അപ്പൊ അങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയി ജീവിതം അല്ലേ? വെക്കേഷൻ ചുരുക്കി പറഞ്ഞാൽ ഭയങ്കര ബോറായിരുന്നു. ബോറല്ല, ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇനി ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. ഇനിയിപ്പം 9ാം ക്ലാസ്സിലല്ലേ, 9ാം ക്ലാസ്സിലൊക്കെ പോകാൻ നിൽക്കുകയാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. ഇനിയിപ്പോൾ രാവിലെ സ്കൂള്, ട്യൂഷൻ, ബഹളം. പഠിക്കാനൊക്കെ എങ്ങനെയാണ്? പഠിക്കും അത്യാവശ്യം. 8ാം ക്ലാസ്സിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പഠിക്കുക കുഴപ്പമില്ലായിരുന്നു. 9ാം ക്ലാസ്സിൽ ഇനി ഒട്ടും കുഴപ്പമില്ലെന്ന് പറയണ്ടേ? പിന്നെ 10ആണ്, അങ്ങോട്ടോട്ട് പോവാണ് അല്ലേ? പഠിക്കാനൊക്കെ സ്വഭാവമായിട്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. ഓക്കെ. എത്ര മണിക്കൂർ പഠിക്കും? ട്യൂഷന് 5 മണി മുതൽ 9, 8:30. ട്യൂഷന് അല്ല, വീട്ടിൽ ഇരുന്ന് പഠിക്കുന്ന അങ്ങനെയുള്ള? വീട്ടിൽ വെക്കേഷൻ അല്ല, ശനി ഞായറൊക്കെ ഇരുന്ന് പഠിക്കും. ശനി ഞായർ മാത്രമേ പഠിക്കുള്ളൂ, ബാക്കിയുള്ള ദിവസങ്ങളിൽ പഠിക്കാൻ സമയം കിട്ടുന്നില്ലെന്ന ചുരുക്കം. രാവിലെ 8 മണിക്ക് പോയി വരുമ്പോൾ വീട്ടിൽ 9 ആവും ട്യൂഷനൊക്കെ കഴിഞ്ഞ്. പിന്നെ അങ്ങ് ക്ഷീണമാണ്. പിന്നെ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാര്യം എങ്ങനെങ്കിലും കിടക്കുക എന്നുള്ളതാണല്ലേ. ഒരു നേരം വെളുത്താൽ വീണ്ടും രാവിലെ പോകണം, പിന്നെ ഒരു ശനി ഞായറും വേണം കാത്തിരിക്കണം, ഒരു ശനി ഞായർ ദിവസം. അങ്ങനെയൊക്കെ ജീവിതം പോവല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഏറ്റവും കൂടുതൽ മനസ്സിൽ സന്തോഷം തരുന്ന എപ്പോഴായിരിക്കും? എന്ത് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ എന്ത് കാണുമ്പോഴായിരിക്കും സന്തോഷം കിട്ടാറുള്ളത് ഏറ്റവും കൂടുതൽ? അങ്ങനൊന്നുമില്ല, എപ്പോഴും സന്തോഷമാണോ? ദുഃഖവും ഇല്ല ഇടയ്ക്ക്? അതെന്ത് വരുമ്പോഴും ദുഃഖം വരുന്നത്? അമ്മ അച്ഛനെ അടിക്കുമ്പോഴും വഴക്കൊക്കെ പറയാൻ വരും. ആരടിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ദുഃഖം വരുന്നത്? രണ്ടുപേരും അടിക്കും. രണ്ടുപേരും അടിച്ചാലും ദുഃഖം വരും. പുറത്ത് ആരും ഒരടി തന്നാലും ദുഃഖമൊന്നുമില്ല. അങ്ങനെ അടിക്കത്തില്ല പുറത്തുനിന്ന്. അല്ല, അങ്ങനെ അടിച്ചാൽ ദുഃഖം വരുമായിരിക്കും. പരീക്ഷിച്ചിട്ടില്ല ഇതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും പുറത്തൊന്നും അടി കിട്ടാതിരിക്കട്ടെ അല്ലേ? നമ്മൾ അതിനുള്ള കുരുത്തക്കെട്ടൊന്നും കാണിക്കുന്നില്ലല്ലോ അല്ലേ? നമ്മളിപ്പോ സ്കൂൾ ജീവിതവും വീട്ടു ജീവിതവും ഒക്കെ ആയിട്ട് ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുക അല്ലേ? ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു 8ാം ക്ലാസ്സിലൊക്കെ? എല്ലാവരും ഫ്രണ്ട്സ് ആണോ? എന്തായാലും നമ്മുടെ മനസ്സിൽ നമുക്ക് ഏറ്റവും അടുത്തൊരു ഫ്രണ്ട്സ് എന്ന് പറയുന്നില്ല, ഒരു ഫ്രണ്ട് കാണുമല്ലോ. അങ്ങനെയില്ല, എല്ലാവരും അടുത്താണ്. അങ്ങനെ വേർതിരിവൊന്നുമില്ല, എല്ലാവരും നമ്മുടെ ദോസ്താണ്. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. എല്ലാവരും നമുക്ക് ഒരുപോലെ കാണാൻ കഴിയുന്നുവെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ് അല്ലേ? 9ാം ക്ലാസ്സിൽ നിന്നാലും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കുമല്ലോ. 9ാം ക്ലാസ്സിൽ നിന്നാലും അങ്ങനെയൊക്കെയാണ്. ഇഷ്ട ആഹാരം എന്തുവാണ്? ഫുഡൊക്കെ? ബിരിയാണി അങ്ങനെ വെക്കാറുണ്ടോ വീട്ടിൽ എപ്പോഴും? വാങ്ങിച്ച് കഴിക്കും അല്ലേ? ബിരിയാണി പ്രിയനാണ് അല്ലേ? ചിക്കനോ മട്ടണോ എന്തു? ചിക്കൻ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഇനിയിപ്പം സ്കൂൾ തുറന്നാൽ ഇതിനൊന്നും സമയമില്ല ഇത് കഴിക്കാൻ പോലും അല്ലേ? വീട്ടിൽ നിന്ന് തരുന്ന ചോറ് കൊണ്ടുപോയി നമുക്ക് കഴിക്കേണ്ടി വരും അല്ലേ? ഓക്കെ ഓക്കെ. ചോറ് കൊണ്ടുപോകണോ അതോ? കൊണ്ടുപോകണം. ഓക്കെ ഓക്കെ. അപ്പൊ അതങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്നു അല്ലേ? അതുപോലെ തന്നെ നമ്മളിപ്പം ഈ വെക്കേഷൻ കാര്യം പറഞ്ഞു. വെക്കേഷൻ ഇപ്പം നമുക്ക് 2 മാസം നമ്മൾ പോലും അറിയാണ്ട് അങ്ങ് പോയി. ഇനി പുതിയ ഒരു സംരംഭത്തിലേക്ക് പോവാണ്. നമ്മുടെ 9ാം ക്ലാസ്സിലേക്ക് പോവാണ് അല്ലേ? അപ്പോൾ 9ാം ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ടിങ് സ്കൂളിൽ ചെല്ലുമ്പം ഒരുപാട് പരിചയമില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ടാവും അല്ലേ? പഠിക്കുന്ന സെയിം സ്കൂൾ തന്നെ ആണല്ലോ. ഓക്കെ. അപ്പൊ എന്തായിരിക്കും ആ ഒരു ഫീൽ? എങ്ങനെ ആയിരിക്കും? അറിയാത്തവരെ പരിചയപ്പെടും, അറിയാവുന്നവരായിട്ട് കമ്പനി ആയിരിക്കും. അറിയുന്നിട്ട് കമ്പനി എന്തായാലും സ്വാഭാവികമാണ്. പുതിയ കുട്ടികളൊക്കെ ആകുമ്പോൾ അവരുമായിട്ട് ഒന്ന് പരിചയപ്പെട്ടൊക്കെ വരാൻ കുറെ ടൈം എടുക്കത്തില്ലേ? അപ്പോൾ കുറച്ച് നമുക്കൊരു വിഷമം ഉണ്ടാവാറില്ലേ? അങ്ങനൊന്നും ഇല്ല. ഒരു വികാരവും ഇല്ലാത്ത മനുഷ്യനാണോ? അല്ല, പിന്നെ അറിഞ്ഞു വരും, എന്തായാലും അറിഞ്ഞു വരുമല്ലോ അല്ലേ? അപ്പൊ നമുക്ക് പരിചയപ്പെടാം എന്നുള്ളതാണ്. എല്ലാവരും പാട്ടൊക്കെ പാടുമെന്ന് പറഞ്ഞില്ലേ? കുറച്ച് പാട്ട് പാടും. ഫുള്ള് പാട്ട് പാടുന്ന എപ്പോഴാണ്? ഫുള്ള് പാട്ട് പാടാറുണ്ടോ? ചിലപ്പോൾ അതിനെല്ലാം ചിലപ്പോൾ ടൈമുകളൊക്കെ ഉണ്ടല്ലേ? അപ്പൊ കുറച്ച് പാട്ട് പാട്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ കുറച്ച് പാട്ട് നമുക്ക് ഒരു 3-4 വരി അത് പാടാമോ? കണ്ണാ നീ എന്നും കവർന്നേതോ തൂവെണ്ണ, കണ്ണാ നീ എന്നും കവർന്നേതോ തൂവെണ്ണ, നീയേ എന്നുണ്ണി. മറന്നുപോയി. അയ്യോടാ, പോയോ? കൈവിട്ട് പോയോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും പേടിയുണ്ടോ? പേടിച്ച് കൈവിട്ട് പോയി. പേടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് ഓർത്തിരുന്നത് ചിലപ്പോൾ നമ്മുടെ പേര് പോലും പെട്ടെന്ന് മറന്നു പോകും. അത് നമ്മുടെ കുറ്റമല്ല, അത് പേടിയുടെ കുറ്റമാണ് കേട്ടോ. അങ്ങനെ പേടി ടെൻഷനുള്ള കൂട്ടത്തിലാണോ? പരീക്ഷയ്ക്ക് എഴുതാൻ ടെൻഷൻ ഉണ്ടോ? ഒന്നുമില്ല. അത് പിന്നെ നമുക്ക് ആലോചിച്ചിട്ട് സാധനം എഴുതാമല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് അനന്തുവിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അല്ലേ? സിനിമയൊക്കെ കാണാറുണ്ടോ?
കാണാറുണ്ടോ? അത് വീട്ടിൽ അത് പുറത്ത് പോയാണോ അതോ ടി വി വീട്ടിൽ തന്നെയാണോ? രണ്ടിടത്തും പോയി അല്ലേ? ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? സിനിമയില മോഹൻലാൽ. എന്തുകൊണ്ടാണ്? അഭിനയെല്ലാം അല്ലേ? അഭിനയൊക്കെ നല്ല അടിപൊളി അഭിനയമാണെന്നുള്ളതുണ്ടോ? ആണോ? ഓക്കെ ഓക്കെ. ഇപ്പൊ ലേറ്റസ്റ്റ് കണ്ട സിനിമ ഏതാണ്? വാഴ ഉണ്ടല്ലേ? വാഴ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടല്ലേ? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കാനുള്ള ഒരു പടം. നല്ലൊരു പടമായിരുന്നു അല്ലേ? കുഴപ്പമില്ലാത്ത നല്ലൊരു പടമായിരുന്നു. എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം? അല്ല, നല്ല പടത്തിന്റെ എന്നുള്ളതല്ല, ആ ഒരു പടം കണ്ടിട്ട് എന്ത് മനസ്സിലായി? നല്ല കൂട്ടുകെട്ടിലോട്ടൊക്കെ പോണം, തെറ്റായിട്ടൊന്നും പോവല്, പിന്നെ സഹോദര സ്നേഹമൊക്കെ. അതൊക്കെ എന്നിട്ട് അതൊക്കെ എന്തായാലും എനിക്കൊന്നും അതിന്റെ പ്രശ്നമൊന്നും അനന്തനും ഇല്ലെന്ന് തോന്നുന്നു. അനന്ത് ഓൾറെഡി ഓക്കെ ആണല്ലേ? എല്ലാത്തിലും നമുക്ക് ഫുൾ A+ തന്നെയാണ് അക്കാര്യത്തിൽ. എങ്കിൽ പോലും നമുക്ക് നല്ലൊരു അനുഭവ പാഠം തരുന്നുണ്ട് അല്ലേ? നമ്മൾ വല്ലാതെ മനസ്സിനെ ഇങ്ങനെ ഒരു ഷോക്ക് ഏൽപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ വളർന്നു വരുന്ന പിള്ളേരാണ്, നിങ്ങൾക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ സ്കൂൾ ജീവിതത്തിൽ മറക്കാനാവാത്ത എന്തൊരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ നല്ലതോ അല്ലെങ്കിൽ നമ്മളെ കരയിപ്പിച്ചിട്ടുള്ളതോ അങ്ങനെയൊക്കെ ആയിട്ട് സന്തോഷിപ്പിച്ച നിമിഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല? ഒരുപാടുണ്ട്. അതിലൊരെണ്ണം പറയൂ, എന്തായിരുന്നു? ഞങ്ങൾ നോക്കട്ടെ, എന്താണ് സന്തോഷിപ്പിച്ചതെന്ന്. ടീച്ചർമാരുടെ എന്തെങ്കിലും ചെയ്ത അവര് പറഞ്ഞ നമ്മളെ ശരിയാക്കി തരും. അതൊക്കെ കുറ്റം ചെയ്യുന്ന പറഞ്ഞൊക്കെ തരും, പഠിക്കാനൊക്കെ പറഞ്ഞൊക്കെ തരും. പഠിക്കാൻ പറഞ്ഞു തരും, പഠിക്കാൻ സഹായിക്കും. മാർക്കൊക്കെ കുറഞ്ഞാൽ പറഞ്ഞു തരും, അടിക്കത്തില്ല. അങ്ങനെ ഓക്കെ ഓക്കെ. അങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അനന്ത് വന്നിട്ട് പഠിക്കുന്നു പറഞ്ഞല്ലോ അല്ലേ? എന്നിട്ട് പഠിക്കുമല്ലോ, ഒരു ടെൻഷൻ ആവേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അല്ലേ? പിന്നെ കുരുത്തക്കേട് അത് സ്വാഭാവികമായിട്ടും ഒരു കുരുത്തക്കേട് കുറച്ചൊക്കെ വേണമല്ലോ അല്ലേ? എങ്കിലും ജീവിതത്തിന് ഒരു ഓളം ഉള്ളൂ അല്ലേ? വലിയ കുരുത്തക്കേടൊന്നും ചെയ്യാൻ പോകണില്ലല്ലോ. പെങ്ങളിലോട്ടൊക്കെ എങ്ങനെയാ? നല്ല സൗഹൃദമാണോ അതോ രണ്ടുപേരും എപ്പോഴും അടിയെ കൂടാറുണ്ടോ? ഇടയ്ക്ക് എന്ത് കാര്യത്തിന് അടി കൂടുന്നേ? അങ്ങനെയൊന്നും ഇല്ല. ചുമ്മാ അടി കൂടും? ചുമ്മാ പോയിരുന്ന അടി കൂടും, കാര്യമൊന്നുമില്ല. ടി വി കാണുമ്പോ ചിലപ്പോ അവള് വേറെ ഇടാൻ പറയുമ്പോ. ഓക്കെ ഓക്കെ ഓക്കെ. ടി വി കേസാണല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട് കണ്ടോണ്ടിരിക്കുമ്പോ പുള്ളിക്കാരത്തി അത് വേറെ ഇടും, അപ്പൊ നമുക്ക് ദേഷ്യം വരും. അത് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ദേഷ്യം ഉണ്ടാവുമല്ലോ അല്ലേ? അത് ഒരു വലിയ പ്രശ്നം. അങ്ങനെയൊക്കെയുള്ള ദേഷ്യങ്ങളേ ഉള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പൊ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്മാമ്മയുണ്ട്, പെങ്ങളുണ്ട്. ആരെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയാൻ പെട്ടെന്ന് പറയുന്ന ആരെയായിരിക്കും? എല്ലാവരും ഇഷ്ടം. അവിടെയും നമ്മളെ തോപ്പിച്ചു. ഞാൻ ആരെങ്കിലും പേര് പറയുമെന്ന് വിചാരിച്ചു, അവിടെ നമ്മൾ തോപ്പിച്ചു. ഓക്കെ. പിന്നെ പഠിച്ച് നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു നിലയിലെത്താൻ, അറിവൊക്കെ നേടാൻ. നിലയിലെത്താന്ന് വെച്ചാൽ ഏത് നിലയിലാ? ജോലി വാങ്ങിക്കാൻ. ജോലി വാങ്ങിക്കാൻ. എന്താണ് അതിൽ, ഏത് ജോലിയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് ആഗ്രഹിക്കുന്നത്? പൈലറ്റ് ആവാൻ. ഇത് എല്ലാവരും പൈലറ്റ് ആണല്ലോ ആവശ്യപ്പെടുന്നത്. എന്താണ് പൈലറ്റിന് ഇത്ര ആഗ്രഹം? എന്താണ്? ഭൂമിയൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ? പിന്നെന്താ? ചുമ്മാ പറന്ന് നടക്കാനോ? അത് ശരി. പറന്ന് പിന്നെ നടക്കാനൊന്നും നോക്കത്തില്ല, പറന്ന് പോകാനേ പറ്റുള്ളൂ. പിന്നെ അപ്പൊ പറന്നു പോകാനാണ് ഇഷ്ടം. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ പൈലറ്റ് ആവണമെന്ന് പറയുന്നത്. ഓക്കെ. എന്തായാലും ആഗ്രഹങ്ങളൊക്കെ നല്ല ആഗ്രഹങ്ങൾ തന്നെയാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെ പറന്ന് നടക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ. അവർ നല്ലൊരു പൈലറ്റ് ആവട്ടെ. അപ്പൊ എന്തായാലും ഭൂമിയിലൊക്കെ വരുമ്പോൾ ഞങ്ങളെയും കൂടെ ഓർക്കണം. മിക്കവാറും ആകാശത്തായിരിക്കുമല്ലോ, അപ്പൊ ഭൂമിയിലൊക്കെ വരുമ്പോൾ ഞങ്ങളെയും കൂടെ ഓർക്കണം കേട്ടോ. അപ്പൊ എന്തായാലും അനന്തു, ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഏതായാലും നല്ല ആഗ്രഹങ്ങളാണ്, അതെല്ലാം സാധിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കാം. ഓക്കെ. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര. അവതരിപ്പിച്ചത് സുരേഷ് പെരിനാട്. ശബ്ദമിശ്രണം ശിവപ്രിയൻ.